ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS എന്നിങ്ങനെയുള്ള എക്സാമിനേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ഓഫ് ടോപ്പിക് ആയിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസ്. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുടെ ശ്രദ്ധയിലേക്ക് പറയുവാണ്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള 150 ടോപ്പിക്സിന്റെ സീരീസിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിന്റെയും ലിങ്ക് പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകളെല്ലാം കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിന്റെ ആപ്പ് ഉണ്ട്. അവിടെ നമ്മൾ LDCക്കും LGSനും റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിന്റെ ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം LDC റിവിഷൻ ആണെങ്കിൽ വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, LGS റിവിഷൻ ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് അടച്ച് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വളരെ തുച്ഛമായ ഫീസിലാണ് നമ്മൾ റിവിഷൻ കോഴ്സ് കൊടുക്കുന്നത്. അതും പോരാഞ്ഞിട്ട് ഞാൻ ഒരു കൂപ്പൺ കോഡ് ക്രിയേറ്റ് ചെയ്ത് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് വീണ്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ആപ്പ് 8-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇത് പുതിയതായിട്ട് ഒത്തിരി പിള്ളേരുടെ റിക്വസ്റ്റ് കാരണം വീണ്ടും ചെയ്തതാണ്. അപ്പൊ ആവശ്യക്കാർക്ക് ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ പൈസ മുടക്കി ഏറ്റവും ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളോട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോൾ 40ഓളം, അതായത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു +2 ലെവൽ എക്സാമിനേഷൻ്റെ ആയിരുന്നു. 2022 ആ ടൈമിൽ നടന്നതാണെന്ന് തോന്നുന്നു. 21 or 22 അധികം പഴക്കമുള്ളതല്ല. അപ്പം അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ 40 നമ്മൾ ചെയ്തു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 41. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. നിങ്ങൾ എപ്പോഴും പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ശരിയായതാണോ തെറ്റായതാണോ പ്രസ്താവന എന്നുള്ളത് നോക്കിക്കോണം കേട്ടോ, എന്നിട്ട് ആൻസർ ചെയ്യാവുള്ളൂ. നമ്മുടെ ചിലപ്പോൾ ആ ഒരു മൈൻഡ് ശരിയല്ലെങ്കിൽ നമ്മൾ ചിലപ്പം അതൊക്കെ തെറ്റിക്കും. അപ്പൊ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് 1981 സ്ഥാപിതമായി. അതെ, നമുക്കറിയാം 1981 എന്ത് ചെയ്തത്? സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത്. അപ്പൊ 1979 സ്ഥാപിതമായി എന്നുള്ള പ്രസ്താവനയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം P. നരേന്ദ്രനാഥിന്റെ കുഞ്ഞിക്കൂനിനാണ്. അല്ല, കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ, 1, 4 എന്നിവ മാത്രം. ഓപ്ഷൻ A 1ഉം 4ഉം 1981 സ്ഥാപിതമായി, കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ 1ഉം 4ഉം എന്നുള്ളതാണ് ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 42. കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1940 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി പങ്കെടുക്കുന്നത്. 2010 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. 2022 കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ നടക്കും. 1942 കോമൺവെൽത്ത് എന്ന ഔദ്യോഗികമായി അറിയപ്പെട്ട ഗെയിംസ് നടന്നത്. ഇത് നമ്മുടെ ഒരു +2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അന്നത്തെ ഒരു കറണ്ട് റിലേറ്റഡ് സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ആ ഒരു ഇതൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് 2002 തന്നെ നിങ്ങൾ അന്തം വിട്ടിരിക്കണ്ട, ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി നോക്കിയേ, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുവാണ്. കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച അനുയോജ്യമായ ഉത്തരം 1940 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി പങ്കെടുക്കുന്ന എന്നുള്ള പ്രസ്താവന തെറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരുവാണ്, ആൻസർ ചെയ്യണം. ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത വർഷം കമന്റ് ചെയ്യണം കേട്ടോ. ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത വർഷം. ഇത് PSC മുമ്പ് ചോദിച്ചിട്ടുണ്ടാവുകൊണ്ട് ഇതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തി കമന്റ് ചെയ്യുക. സെക്കൻഡ് നോക്കിയേ, 2010 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. യെസ്, 2010 ഇന്ത്യ എന്ത് ചെയ്തു? കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുകയുണ്ടായി. നെക്സ്റ്റ്, 2022 കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് നടന്നതെന്ന് നമുക്ക് അറിയാം. 1942 കോമൺവെൽത്ത് എന്ന ഔദ്യോഗികമായി അറിയപ്പെട്ട ഗെയിംസ് നടന്നത്. അത് തെറ്റാണ്. അത് ഇന്ത്യ പങ്കെടുത്ത വർഷം നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പൊ ഓപ്ഷൻ B 2ഉം 3ഉം മാത്രമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് തന്നെ. താഴെ തന്നിരിക്കുന്ന പട്ടിക 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കാനാണ്. മാച്ച് ദി ഫോളോയിങ്. പടയണി, തെയ്യം, മുടിയേറ്റ, കൂടിയാട്ടം, കാളിദാരിക പുരാവൃത്തം, സംസ്കൃത നാടകം, തപ്പ്, തോറ്റം പാട്ടുകൾ. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പടയണി അല്ലെ. പടയണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതെന്താണ്? അത് നമുക്ക് ഒരു തപ്പാണ്. ഇത് പടയണി അല്ലെ. പടയണി എന്ന് പറയുന്നത് ഒരു തപ്പാണ്. ഇനി തെയ്യം, തെയ്യത്തിന്റെ പ്രത്യേകത എന്നുള്ള തോറ്റം പാട്ടുകളാണ് തെയ്യത്തിലുള്ളത്. തെയ്യം എനിക്ക് തോന്നുന്നു സ്കൂളിലെ പിള്ളേർക്ക് ഇത് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. SCRT പുസ്തകത്തിൽ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ.
തെയ്യം, തോറ്റം പാട്ടുകളാണ്. മുടിയേറ്റ് എന്താണ്? മുടിയേറ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കാളിദാരിക പുരാവൃത്തമാണ്. കാളിദാരികനെ വധിച്ച കഥയൊക്കെയാണ് മുടിയേറ്റ്. നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കൂടിയാട്ടം എന്ന് പറയുന്നത് അതൊരു സംസ്കൃത നാടകമാണ്. കൂടിയാട്ടം. അപ്പൊ ഈ തന്നിരിക്കുന്നതിനകത്ത് പടയണി, തപ്പ്. ഇപ്പൊ 1 എത്ര വരും? 7 വരും. തെയ്യം തോറ്റം പാട്ടാണ്. 2 8. മുടിയേറ്റ് കാളിദാരിക പുരാവൃത്തമാണ്. 3 5. കൂടിയാട്ടം സംസ്കൃത നാടകമാണ്. ഓപ്ഷൻസ് നോക്കിയേ. 1 4 വന്നിട്ടില്ല അല്ലെ? ഓപ്ഷൻ ഡി നോക്ക്. 1 7. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഓർത്ത് വെക്കുക, പടയണി എന്ന് പറഞ്ഞാൽ തപ്പാണ്, തെയ്യത്തിനാണ് തോറ്റമ്പാട്ടുകൾ ഉള്ളത്, മുടിയേറ്റിൽ പറയുന്ന കാളിദാരിക പുരാവൃത്തമാണ്, കൂടിയാട്ടം എന്ന് പറയുന്ന ഒരു സംസ്കൃത നാടകമാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇതൊക്കെ നമ്മുടെ കലാസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയാണ് കേട്ടോ. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് തന്നിരിക്കുന്നത്. മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചലച്ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. അപ്പൊ നമുക്ക് ശരിയായ അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയായത് തന്നെയാണ് PSC നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. ഓഫ് കോഴ്സ് മലയാളത്തിലെ 2ാമത്തെ ചിത്രമാണ്, നമുക്ക് അറിയാം. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ മലയാള ചിത്രമാണ് ചെമ്മീൻ. അല്ല. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യ ചെയർമാൻ തോപ്പിൽ ഭാസി ആയിരുന്നില്ല. ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം. ഇപ്പൊ നീലവെളിച്ചവും ഭാർഗവീ നിലയം, ഇപ്പൊ നീലവെളിച്ചം ഇറങ്ങി നിങ്ങൾ സിനിമ കണ്ടു കാണുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ അതാണ് സംഭവം എന്നുള്ളത്. ഓപ്ഷൻ എ 1 2 3 എന്നിവ മാത്രം. ഓപ്ഷൻ ബി 2 3 4 എന്നിവ മാത്രം. ഓപ്ഷൻ സി 1 3 4 എന്നിവ മാത്രം. ഓപ്ഷൻ ഡി 1 4 മാത്രം അല്ലെ. അപ്പം മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം. അടുത്തത്, ആശാൻ കവിതകളുമായി ബന്ധപ്പെട്ടവ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സ്തോത്രകൃതികൾ, കാൽപ്പനികത, പിങ്കള, ഖണ്ഡകാവ്യങ്ങൾ. അപ്പൊ ആശാൻ കവിതകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആശാൻ കവിതയുമായി ഈ തന്നിരിക്കുന്നതിനകത്ത് എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ആശാൻ കവിതകള്, സ്തോത്രകൃതികളുണ്ട്, അതുപോലെ തന്നെ കാൽപ്പനിക കവിതകളാണ് കൂടുതലും ആശാന്റെ നമുക്കറിയാം. അതുപോലെ തന്നെ ഖണ്ഡകാവ്യവും ഉണ്ട് അല്ലെ, പിങ്കളയല്ല. അപ്പം സ്തോത്രകൃതികള്, കാൽപ്പനികത, ഖണ്ഡകാവ്യങ്ങൾ, ഇതാണ് എന്ത് ആശാൻ കൃതികളുമായിട്ട് ബന്ധപ്പെട്ടവ എന്ന് പറയുന്നതാണ്. സ്തോത്രകൃതികള്, കാൽപ്പനികത, അതുപോലെ തന്നെ ഖണ്ഡകാവ്യങ്ങൾ. നോക്കിയേ, ഓപ്ഷൻ എ 2 4 മാത്രം. ഓപ്ഷൻ ബി 1 2 3 മാത്രം. ഓപ്ഷൻ സി 1 2 അതുപോലെ തന്നെ 4. അപ്പം സ്തോത്രകൃതികൾ, കാൽപ്പനികത, ഖണ്ഡകാവ്യം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, 2026 ശീതകാല ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? മിലാൻ, നാപ്പോളി, ചമോനിക്സ്മോൺ, കോർട്ടിന ഡി ആംബസോ. പിള്ളേരെ, ഇത് ഇനിയും പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനിയും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 2026 ശീതകാല ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങളാണ് ഏത്? 1 മിലാനും മറ്റൊന്ന് കോർട്ടിന ഡി ആംബസോ. ഇത് എവിടുത്തെ നഗരങ്ങളാ? ഇത് രണ്ടും ഇറ്റലിയിലെ നഗരങ്ങളാണ് കേട്ടോ. ഇറ്റാലിയൻ നഗരങ്ങളായ മിലാനും കോർട്ടിന ഡി ആംബസോയുമാണ് 2026 വിന്റർ ഒളിമ്പിക്സ് ഗെയിംസിന് ഹോസ്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ 1 2 മാത്രം. ഓപ്ഷൻ ബി 1 4 മാത്രം. സി ഓപ്ഷൻ ബി ആണ് അല്ലെ, 1 4 മാത്രമാണ് ശരിയായ ഉത്തരം വരുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. 47. താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കാൻ. സലിമ മുഗൻ സൻഗ, ശാന്തിശ്രീ ധുലിപ്പുടി പണ്ഡിറ്റ്, അസിമ ചാറ്റർജി, മീരാഭായ് ചാനു. JNU വൈസ് ചാൻസലർ, വനിതാ ഫുട്ബോൾ റഫറി, ഒളിമ്പിക്സ് മെഡൽ, വനിതാ ശാസ്ത്രജ്ഞ. സലിമ മുകുന്ദ് സൻക ആരായിരുന്നു? സലിമ മുകുന്ദ് സൻക വനിതാ ഫുട്ബോൾ റഫറി ആയിരുന്നു. ശാന്തിശ്രീ ധൂലിപ്പുടി പണ്ഡിറ്റ് എന്ന് പറയുന്നത് JNUവിന്റെ വൈസ് ചാൻസലർ ആയിരുന്നു. അസിമ ചാറ്റർജി അല്ലെ, അസിമ ചാറ്റർജി വനിതാ ശാസ്ത്രജ്ഞയാണ്. മീരാഭായ് ചാനു നമുക്കറിയാം ഒളിമ്പിക് മെഡൽ വിന്നറാണ്. അപ്പൊ ഓപ്ഷൻ എ 1 6 കണ്ടോ, സലിമ മുകുന്ദ് സൻക വനിതാ ഫുട്ബോൾ റഫറി, ശാന്തിശ്രീ ധുലിപ്പുടി പണ്ഡിറ്റ് JNU വൈസ് ചാൻസലർ. അപ്പൊ 2 വരുന്ന ഏതാണ്? 5. അപ്പൊ നമുക്ക് നോക്കുമ്പോഴേ അറിയാം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 48. 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. അപ്പൊ കാലാവസ്ഥാ കോൺഫറൻസിന്റെ കാര്യമാണ് നമ്മളോട് ഇവിടെ പറയുന്നത് അല്ലെ. അപ്പൊ അനുയോജ്യമായി തിരഞ്ഞെടുക്കാനാ പറഞ്ഞത്.
ഗ്ലാസ്ഗോ, റിൻവാൻറ്ററി, COP26, കൊബിത. 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാനവുമായി കോൺഫറൻസുമായി ബന്ധപ്പെട്ടവയാണ്. ഒന്ന് ഗ്ലാസ്ഗോയുണ്ട് അല്ലെ, ഗ്ലാസ്ഗോയുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, COP26 ഉണ്ട്. ഓപ്ഷൻ എ 1, 2 മാത്രം, ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം, ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം. ഇപ്പൊ ഗ്ലാസ്ഗോയും അതുപോലെ തന്നെ COP26 ഇതാണ് എന്ത് 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാനവുമായി കോൺഫറൻസുമായി ബന്ധപ്പെട്ടത്. 49 ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആര്? ജനറൽ MM നരവനെ, ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ, ലഫ്റ്റനന്റ് ജനറൽ ജയ്സിംഗ് നെയ്മൻ, ലഫ്റ്റനന്റ് ജനറൽ യോഗേന്ദ്ര ദിബി. തന്നിരിക്കുന്നതിനകത്ത് ആ സമയത്തെ എക്സാം വെച്ച് ചോദിച്ചതുകൊണ്ട് ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെയാണ്. ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ നമ്മുടെ ഈ മെയ് മാസം ഇപ്പൊ കഴിഞ്ഞില്ലേ, 2024 മെയ് 31 അദ്ദേഹം വിരമിച്ചു. അപ്പൊ അതിന് പകരം വന്നിരിക്കുന്ന ആരാണ്? ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഉപേന്ദ്ര ദ്വിവേദി ഇദ്ദേഹം നേരത്തെ ലഫ്റ്റനന്റ് ജനറൽ ഉപമേധാവിയായിരുന്നു. ഇപ്പൊ നമ്മുടെ കരസേനയുടെ പുതിയ മേധാവിയാണ് ഉപേന്ദ്ര ദ്വിവേദി. വെച്ച് വെക്കുക, റീസെന്റ് ആണ് കേട്ടോ. ദെൻ 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കിതാളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഒന്ന് ഗൊരട്ടി വെങ്കണ്ണ, സഞ്ജീവ് വെരങ്കർ, കവിത, നാടകം. അപ്പൊ 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുമായി ബന്ധപ്പെട്ട് വല്ലങ്കിതാളം അല്ലെങ്കിൽ അവാർഡ് നേടിയ കൃതിയാണ് വല്ലങ്കിതാളം. ഈ കൃതിയുമായി ബന്ധപ്പെട്ടവയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്? ഗൊരട്ടി വെങ്കണ്ണയുടെ കവിതയാണ്. അപ്പൊ ഗൊരട്ടി വെങ്കണ്ണ അല്ലെ, കവിത എന്നിവയാണ് വരുന്നത്. സോ ഓപ്ഷൻ എ 1, 3 എന്നിവ മാത്രം. ഇവിടെ ഈ 10 ചെയ്തതിൽ നമ്മുടെ അന്നത്തെ കാലത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു. നിങ്ങൾക്ക് ഇനി എക്സാമിനേഷന് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യവും കൂടി അവിടെ കിടപ്പുണ്ട്. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി നടക്കുന്നത് ഇറ്റലിയിലാണ്. 2 നഗരങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അത് ഇനി വരുന്ന എക്സാമിനേഷൻ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ അത് പഠിക്കുക. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. റിവിഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യുക. അതിന്റെ പ്രയോജനം എന്താണെന്ന് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ പിള്ളേർ കമന്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്